റഷ്യയുമായുള്ള സംഘർഷത്തിൽ യുക്രൈന് ഏകദേശം 5 ലക്ഷം സൈനികരെ നഷ്ടപ്പെട്ടതായിട്ടാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ദി ഇക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 31,000 യുക്രൈനിയൻ സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ അവകാശവാദം തള്ളുന്നതാണ് ബ്രിട്ടീഷ് അമേരിക്കൻ അനുകൂല മാധ്യമം പുറത്തുവിട്ട ഈ കണക്കുകൾ. മുൻപ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലും 5 ലക്ഷത്തിലധികം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അന്ന് ഈ കണക്ക് കേട്ട് നെറ്റി ചുളിച്ചവർ ഇക്കണോമിക്സിന്റെ കണക്ക് കൂടി പുറത്തു വന്നപ്പോൾ ശരിക്കും അമ്പരന്ന് പോയ അവസ്ഥയിലാണുള്ളത്. നവംബർ 26-ന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ യുക്രൈൻ ഉദ്യോഗസ്ഥരും അവരുടെ സഖ്യകക്ഷികളും കണക്കുകൾ നൽകാൻ വിമുഖത കാണിക്കുന്നതിനാൽ തന്നെ യുക്രൈനിന്റെ യഥാർത്ഥ നഷ്ടം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022-ൽ റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം 34,000 സൈനികർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ വ്ളാഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടിരുന്നത്. എത്ര പേർക്ക് പരിക്കേറ്റു എന്ന് വെളിപ്പെടുത്താനും അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. ഇതിനുശേഷം ഇന്ന് വരെ ഇത് സംബന്ധമായ ഒരു കണക്കും സെലൻസ്കി ഭരണകൂടം പുറത്തു വിട്ടിട്ടില്ല. യുദ്ധമുഖത്തുള്ള സൈനികരുടെ മനോവീര്യം തകർക്കുന്നതായിരിക്കാനും യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമായിരുന്നു കണക്കിലെ കള്ളക്കളി യുക്രൈൻ ഭരണാധികാരി പിന്തുടരുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ യുക്രൈനിന്റെ ആകെ മരണസംഖ്യ നിലവിൽ 3 ലക്ഷം സൈനികരാണ്. ഇത് ഇക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ തന്നെ. മറ്റ് സ്രോതസ്സുകളുടെ വിശകലനം അനുസരിച്ച് ഈ കണക്ക് 1/2 ദശലക്ഷത്തോളം സൈനികരോട് വരെ അടുക്കാം. അതിൽ നിന്നും കുറഞ്ഞത് 60,000 മുതൽ 1 ലക്ഷം പേർ വരെയാണ് കൊല്ലപ്പെട്ടതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇനിയും 4 ലക്ഷം പേർക്ക് പൊരുതാൻ പറ്റാത്ത വിധം പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും ദി എക്കണോമിക്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരിച്ചവരുടെ പേരും പ്രായവും ട്രാക്ക് ചെയ്യുകയും കാറ്റലോഗ് ചെയ്യുന്ന ഒരു അൺലോസ് വെബ്സൈറ്റും ഉദ്ധരിച്ചാണ് ഇക്കാര്യങ്ങൾ ദി എക്കണോമിക്സ് പറയുന്നത്. അതിലെ ഡാറ്റ അനുസരിച്ച് യുക്രൈനിന് കുറഞ്ഞത് 60,435 സൈനികരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിന് മുൻപുള്ള ജനസംഖ്യയുടെ 0.5% യുദ്ധപ്രായത്തിലുള്ള പുരുഷന്മാരെ നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കുള്ളത്. ഡാറ്റ സമഗ്രമല്ലെങ്കിലും എല്ലാ സൈനികരുടെയും പ്രായം അറിയില്ലെങ്കിലും പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ എണ്ണം കൂടുതലാണെന്നും യുദ്ധം ചെയ്യാൻ കഴിയാത്തവരുടെ പരിക്കേറ്റ സൈനികരുടെ എണ്ണം ഇതിലും കൂടുതലാണെന്നും ദി എക്കണോമിക്സ് പറയുന്നുണ്ട്. 2022 ഫെബ്രുവരി മുതലുള്ള യുക്രൈനിന്റെ സൈനിക നഷ്ടം ഏകദേശം 5 ലക്ഷത്തിലെത്തിയതാണ് ഈ വർഷം ആദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടത്. എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ എത്ര പേർക്ക് പരിക്കേറ്റുവെന്നോ ഇത് റിപ്പോർട്ടിൽ ഇവർ കൃത്യമായി വ്യക്തമാക്കിയിരുന്നില്ല. റഷ്യൻ മന്ത്രാലയത്തിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയിലെ കൊർസിക് മേഖലയിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റത്തിൽ ഓഗസ്റ്റ് മുതൽ 35,000 സൈനികരെ കൂടി യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് റഷ്യയുടെ കണക്കിൽ 5,35,000 സൈനികരാണ് നവംബർ അവസാനം വരെ യുക്രൈന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കണക്കുകളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈനെ മുൻനിർത്തി യുദ്ധം നയിക്കുന്ന അമേരിക്ക തന്നെ 3 ലക്ഷം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സമ്മതിക്കുമ്പോൾ യഥാർത്ഥ കണക്ക് അതിന്റെ ഇരട്ടിയാകുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ്.